ഈശോയിൽ ഏറ്റവും വാത്സല്യമുള്ള സഹോദരങ്ങളെ, മരുഭൂമിയിലെ ഈശോയ്ക്ക് നേരിട്ട രണ്ടാമത്തെ വലിയ പ്രലോഭനം, അവൻ മരുഭൂമിയിൽ നിന്ന് ദേവാലയത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. ദേവാലയത്തിൻ്റെ ഭാഗത്തെത്തിയപ്പോൾ പിശാച് അവനെ വെല്ലുവിളിച്ചു, നീ ദൈവപുത്രനാണെങ്കിൽ താഴോട്ട് ചാടുക. ദൈവത്തിൻ്റെ പരിപാലനയെ പരീക്ഷിക്കാൻ പിശാച് നടത്തുന്ന തന്ത്രത്തെ ഈശോ പരാജയപ്പെടുത്തി. ദൈവം പരിപാലിക്കുന്നത് നമ്മെ സ്നേഹത്തിൽ പൊതിഞ്ഞിട്ടാണ്. സ്നേഹമെന്ന് പറയുന്നത് എനിക്ക് സൗകര്യമുള്ളതും എനിക്ക് സുഖമുള്ളതും മാത്രം ലഭിക്കുന്നതല്ല, അത് സഹനങ്ങളും കൂടിയാണ്. നമ്മുടെ നാട്ടിലെ നമ്മുടെ സ്വന്തം സഹോദരി അൽഫോൻസമ്മ സഹനങ്ങളുടെ മധ്യേ തൻ്റെ ഡയറിയിൽ ഇപ്രകാരം എഴുതി, ഈ സമൂഹത്തിലെ എന്നെയാണ് ഈശോ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. കാരണം എന്താണെന്നറിയാമോ? എനിക്കാണ് ഈശോ ഏറ്റവും കൂടുതൽ സഹനം തന്നത്. ഈശോയുടെ സ്നേഹമാണ് എൻ്റെ സഹനത്തിൽ. ഇന്ന് ഒരുപാട് മനുഷ്യർക്ക് സങ്കടമാണ്, കടബാധ്യതകൾ, കിടപ്പാടമില്ലായ്മ, ഫീസ് കൊടുക്കാൻ പണമില്ലാതെ കഷ്ടപ്പെടുന്നവരെ, ജോലിയില്ലാതെ അലയുന്നവരെ. എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് നേരിടുന്ന പരീക്ഷണങ്ങൾ, നിങ്ങളുടെ മുൻപിലെ വെക്കുന്നൊരു വെല്ലുവിളിയുണ്ട്. ദൈവത്തിൻ്റെ കരങ്ങളിലെ സഹനത്തിൻ്റെ വേളകളിലെ നിങ്ങൾ സുരക്ഷിതരാണെന്നുള്ള തിരിച്ചറിവ്, ആ തിരിച്ചറിവാണ് ഈശോ പറഞ്ഞത്. നിങ്ങൾ ദൈവത്തിൻ്റെ നീതിയും അവിടുത്തെ രാജ്യവും അന്വേഷിക്കുക, ബാക്കിയെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടും. ഈ നോമ്പ് കാലഘട്ടത്തിലെ ഞാനും നിങ്ങളും കടന്നു പോകുന്ന ത്യാഗങ്ങൾ, ഏറ്റെടുക്കുന്ന സഹനങ്ങൾ, ഞാനും നിങ്ങളും തപക്രിയകളിലൂടെ നമ്മെ തന്നെ ബലപ്പെടുത്തുമ്പോൾ അനുഭവപ്പെടുന്ന പ്രതിസന്ധികൾ, അതിൻ്റെയൊക്കെ നടുവിൽ ദൈവത്തിൻ്റെ കരത്തിലെ സുരക്ഷിതനായിരിക്കുന്ന കുഞ്ഞിനെ പോലെ നമുക്ക് സന്തോഷിക്കാൻ കഴിയട്ടെ. സഹനത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം കണ്ടെത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.